എല്ലാവർക്കും PSC SCRT ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 10ാം ക്ലാസ്സിലെ പാർട്ട് 2-ലെ 8ാമത്തെ ചാപ്റ്ററാണ്. ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ഒരു ബുക്കിൻ്റെ പേരാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. ട്രെയിൻ ടു പാകിസ്ഥാൻ ഖുശ്വന്ത് സിംഗിൻ്റെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ ഖുശ്വന്ത് സിംഗിൻ്റെയാണ്. പ്രശസ്ത എഴുത്തുകാരൻ ഖുശ്വന്ത് സിംഗിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവലിൻ്റെ ഭാഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 1947-ലെ ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹത്തെക്കുറിച്ചും ജനങ്ങൾ അനുഭവിച്ച യാതനകളെക്കുറിച്ചുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇതൊക്കെ നോക്കി. ഇവിടെ പറയുന്നത് വിഭജനവും വിഭജനാനന്തര കുടിയേറ്റവും പലായനവും ഇന്ത്യൻ സമൂഹത്തിൽ വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചു. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവരുടെ പുനരധിവാസം അതത് പ്രദേശങ്ങളിൽ മതപരവും ഭാഷാപരവും സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇവയ്ക്ക് രാഷ്ട്രീയ പരിഹാരം കാണേണ്ടത് അനിവാര്യമായിരുന്നു. തട്ടിക്കൊണ്ടു പോകപ്പെട്ട വ്യക്തികൾക്കുള്ള നിയമം, അതായത് വീണ്ടെടുക്കലും പുനരധിവാസം, ആ നിയമം 1949-ലായിരുന്നു. റിക്കവറി ആൻഡ് റിസ്റ്ററേഷൻ ആക്ട് 1949. പലായനം ചെയ്തവർക്കുള്ള നഷ്ടപരിഹാരവും പുനരധിവാസവും, ആ നിയമം 1954-ലായിരുന്നു. അതായത് കോമ്പൻസേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. അടുത്തത് പൗരത്വ നിയമമാണ് 1955. ഇത് PYQ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 3 ആക്റ്റും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. നമുക്ക് അടുത്ത നോക്കാം. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട മറ്റൊരു വെല്ലുവിളിയായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. 3 കരാറുകളിലൂടെയാണ് സംയോജന പ്രക്രിയ നടപ്പിലാക്കപ്പെട്ടത്. ആദ്യത്തേത് തൽസ്ഥിതി കരാറാണ്. നാട്ടുരാജ്യങ്ങൾ അവരുടെ നിലവിലെ അവസ്ഥ തുടരണമെന്നായിരുന്നു ഈ കരാറിലെ വ്യവസ്ഥ. ഇതിലൂടെ ഈ രാജ്യങ്ങൾ പാകിസ്ഥാനിൽ ചേരുന്നത് തടയാൻ സാധിച്ചു. എന്താണ് തൽസ്ഥിതി കരാറ്? നാട്ടുരാജ്യങ്ങൾ അവരുടെ നിലവിലെ അവസ്ഥ തുടരണമെന്നായിരുന്നു. ഇതിലൂടെ ഈ രാജ്യങ്ങൾ പാകിസ്ഥാനിൽ ചേരുന്നത് തടയാൻ സഹായിച്ചു. അടുത്തത് പ്രവേശന കരാറാണ്. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിനുള്ള സമ്മതം നൽകുന്ന കരാറായിരുന്നു പ്രവേശന കരാർ. അതേസമയം ആന്തരിക സ്വയം ഭരണത്തിനുള്ള അവകാശം ഇതുപ്രകാരം നാട്ടുരാജ്യങ്ങൾക്ക് അനുവദിച്ചു. അടുത്തത് സംയോജന കരാറാണ്. നാട്ടുരാജ്യങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിനുള്ള കരാറായിരുന്നു സംയോജന കരാർ. ഈ കരാർ പ്രകാരം സ്വയം ഭരണാവകാശം ഇല്ലാതാകുന്നു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഒരു താൽക്കാലിക സർക്കാരായിരുന്നു ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. ജനാധിപത്യ വ്യവസ്ഥയുടെ സ്ഥാപനത്തിനായി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. ഇതുപ്രകാരം സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നു. ഇതിനു വേണ്ടി ഭരണഘടന അനുസൃതമായി ഇലക്ഷൻ കമ്മീഷൻ വന്നത് പഠിക്കണം. 1950 ജനുവരി 25-നാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. 1951 ഒക്ടോബർ മുതൽ 1952 ഫെബ്രുവരി വരെയായിരുന്നു ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ്. 1951 ഒക്ടോബർ മുതൽ 1952 ഫെബ്രുവരി വരെയായിരുന്നു ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ്. ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്ന നിരീക്ഷണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തിരഞ്ഞെടുപ്പ് പരീക്ഷണം ഇന്ത്യൻ ജനത അങ്ങേയറ്റം പ്രശംസനീയമാം വിധം നിർവഹിച്ചെന്ന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടു. ആദ്യ പൊതു തെരഞ്ഞെടുപ്പിനെ ഒരു പരീക്ഷണം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്തായിരിക്കും? ഇന്ത്യയെപ്പോലെ വിശാലവും വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഒരു രാജ്യത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുകയെന്നത് നിരവധി വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. എന്തൊക്കെയാണെന്ന് നോക്കാം. നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുക, അതുപോലെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുക, വോട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത നിരക്ഷരരായ, അതായത് വിദ്യാഭ്യാസമില്ലാത്ത ബഹുഭൂരിപക്ഷം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, വേണ്ടത്ര തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി പരിശീലിപ്പിക്കുക, സുതാര്യവും നിഷ്പക്ഷവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക. ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിലുള്ള നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നടന്ന പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം ആദ്യത്തെ പ്രധാനമന്ത്രിയായി നെഹ്റു ആണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏറ്റത്. ഇതോടെ രാജ്യത്ത് ജനാധിപത്യ ഭരണക്രമത്തിന് തുടക്കമായി. ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഭൂരിപക്ഷം ജനങ്ങളും വിശ്വാസമർപ്പിച്ചത്
ഏകകക്ഷി മേധാവിത്വ ഭരണത്തിന് തുടക്കം കുറിച്ചു. പിൽക്കാലത്ത് ഏകകക്ഷി മേധാവിത്വം ക്രമേണ ഇല്ലാതാവുകയും ബഹുകക്ഷി സമ്പ്രദായത്തിലേക്കും മുന്നണി സമ്പ്രദായത്തിലേക്കും ഇന്ത്യൻ രാഷ്ട്രീയം പരിവർത്തനം ചെയ്യപ്പെട്ടു. ഏകകക്ഷി മേധാവിത്വം ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി തുടർച്ചയായി വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരം നിലനിർത്തുന്നതിനെയാണ് ഇന്ത്യയിൽ ഏകകക്ഷി മേധാവിത്വം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യ ക്രമത്തിനുള്ളിലാണ് ഏകകക്ഷി മേധാവിത്വം നിലവിൽ നിലനിന്നിരുന്നത്. ഏകകക്ഷി മേധാവിത്വത്തിൽ നിന്ന് മുന്നണി സംവിധാനത്തിലേക്ക് ആദ്യ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ച് അധികാരത്തിലെത്തിയത് INC ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആയിരുന്നു. തുടർന്ന് 1957ലെയും 1967ലെയും ഏതൊക്കെയാണ് 1957ലെയും 62ലെയും തിരഞ്ഞെടുപ്പുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരം നിലനിർത്തി. 1967ലെ തിരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ മേധാവിത്വം നിലനിർത്താൻ കഴിഞ്ഞെങ്കിലും സംസ്ഥാന തലങ്ങളിൽ കോൺഗ്രസ് മേധാവിത്വത്തിന് തിരിച്ചടി നേരിടുകയുണ്ടായി. എങ്കിലും 1989 വരെയുള്ള പൊതു തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു മേൽക്കോയ്മ. 77-79 ഒഴിച്ചത് അത് ജനതാ പാർട്ടിയുടെ ഭരണകാലമായിരുന്നു. ബാക്കി മൊത്തം കോൺഗ്രസിന് തന്നെയായിരുന്നു. 77ലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തു. തുടർന്നുള്ള 2 തെരഞ്ഞെടുപ്പുകളിൽ അതായത് 80ലും 84ലും കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചു. എന്നാൽ 1989ലെ തിരഞ്ഞെടുപ്പോടുകൂടി ബഹുകക്ഷി സമ്പ്രദായത്തിലധിഷ്ഠിതമായ മുന്നണി രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം കടന്നു. 1989 ശേഷം ജനതാദൾ നേതൃത്വത്തിലുള്ള നാഷണൽ ഫ്രണ്ടും തുടർന്ന് 1991 മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ കോൺഗ്രസും അധികാരത്തിൽ എത്തി. 1996ലെ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ആദ്യം BJPയും പിന്നീട് വിവിധ കക്ഷികൾ ചേർന്ന മുന്നണിയും സർക്കാർ രൂപീകരിക്കുകയുണ്ടായി. 1998, 1999 വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ സഖ്യം ആണ് അധികാരത്തിൽ വന്നത്. 2004-2009 വർഷങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യ പുരോഗമന സഖ്യം അധികാരത്തിലെത്തുകയും ചെയ്തു. 2014, 2019, 2024 വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി BJPയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കുകയും ചെയ്തു. ഇതുവരെയുള്ള രാഷ്ട്രീയ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പ്രധാനമായും താഴെ പറയുന്ന രീതികളാണ് സർക്കാർ രൂപീകരിക്കപ്പെടുന്നത്. തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മുന്നണിയായി മത്സരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ധാരണയുണ്ടാക്കുക. തിരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി രൂപീകരിച്ച് ഗവൺമെൻറ് ഉണ്ടാക്കുക. ലോകസഭയിൽ ഭൂരിപക്ഷമില്ലാത്ത ഗവൺമെൻറ്റിന് പുറത്തുനിന്ന് പിന്തുണ നൽകുക. അടുത്തത് അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രതിസന്ധി ഘട്ടം. 1975 ജൂൺ 25-നാണ് രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. എന്നാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്? 1975. വർഷം പഠിക്കണം. 1975-ലാണ്. മൗലിക അവകാശങ്ങളുടെ മരവിപ്പിക്കൽ, പത്രസ്വാതന്ത്ര്യം നിഷേധിക്കൽ തുടങ്ങിയ ജനാധിപത്യ അവകാശ ലംഘനങ്ങൾ അടിയന്തരാവസ്ഥയുടെ ഭാഗമായി നടപ്പിലാക്കപ്പെട്ടു. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് നോക്കാം. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരായി ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാരണം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന് മെയിനായിട്ടുള്ളത് കേന്ദ്ര സർക്കാരിനെതിരായി ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളാണ്. ഗുജറാത്തിൽ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചു. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ബീഹാറിൽ നടന്ന പ്രക്ഷോഭ പരമ്പര ദേശീയ തലത്തിലും സ്വാധീനം ചെലുത്തി. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളും കാരണമായി. ഇവയ്ക്കാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ കാരണം പറയുന്നത്. 1970കളിൽ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ ഭക്ഷ്യക്ഷാമം, തൊഴിലില്ലായ്മ എന്നിവയായിരുന്നു പ്രക്ഷോഭങ്ങൾക്ക് കാരണം. 1970ൽ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി, ഭക്ഷ്യക്ഷാമം, തൊഴിലില്ലായ്മ എന്നിവയായിരുന്നു പ്രക്ഷോഭങ്ങൾക്ക് കാരണം. ഈ പ്രക്ഷോഭമായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് കാരണം. അതിൽ മെയിനായിട്ട് ഗുജറാത്തിൽ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ അത് സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചു. അതുപോലെ അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു.
അതിനുശേഷം ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ബീഹാറിൽ നടന്നു. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ചിലപ്പം PSC സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കുമായിരിക്കും. നമുക്കിനി അടുത്ത് നോക്കാം. ഈ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ അലഹബാദ് കോടതിയിൽ നിലനിന്നിരുന്ന തിരഞ്ഞെടുപ്പ് കേസിൽ പ്രതികൂലമായി വിധി വരുന്നതും തിരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യണമെന്നും വന്നത്. ഈ വിധിയെ തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രക്ഷോഭം ശക്തമാക്കി. എന്നാൽ സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതിയുടെ വിധിക്ക് സ്റ്റേ അനുവദിച്ചു. തുടർന്ന് പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തി എന്ന കാരണം ആരോപിച്ച് കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ അടിയന്തരാവസ്ഥയുടെ ആർട്ടിക്കിൾ പഠിക്കണം. ദേശീയ അടിയന്തരാവസ്ഥയുടെ ആർട്ടിക്കിൾ 352 ഇമ്പോർട്ടൻ്റ് ആണ്. 352 ദേശീയ അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ ഫെഡറൽ വ്യവസ്ഥ ഇല്ലാതാക്കുകയും കേന്ദ്ര സർക്കാരിൽ അധികാരം കേന്ദ്രീകരിക്കുകയും അതുപോലെ മൗലിക അവകാശങ്ങൾ മരവിപ്പിക്കുകയും കോടതിയുടെ നീതിന്യായ പുനരവലോകന അധികാരവും ഇല്ലാതാക്കും. കൂടാതെ മറ്റെന്തെല്ലാം പ്രഖ്യാതങ്ങളാണ് അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചതെന്ന് നമുക്ക് നോക്കാം. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വിചാരണ കൂടാതെ ജയിലിൽ അടച്ചു. എന്തൊക്കെയാണ്? പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വിചാരണ കൂടാതെ ജയിലിൽ അടച്ചു. പത്രങ്ങൾക്കും വാർത്തകൾക്കും സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തി. ഇതൊക്കെയാണ് മറ്റു പ്രഖ്യാതങ്ങൾ. അപ്പം അടുത്ത് നോക്കാം. കടുത്ത നിയന്ത്രണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമിടയിൽ അടിയന്തരാവസ്ഥയെ രാജ്യവ്യാപകമായി നിരവധി പ്രക്ഷോഭങ്ങൾ ഉയർന്നു. അതിനെ തുടർന്ന് 1977 അടിയന്തരാവസ്ഥ പിൻവലിച്ചു. പ്രക്ഷോഭത്തെ തുടർന്ന് 1977 അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഗവൺമെൻറ് രൂപീകരിക്കുകയും മൊറാർജി ദേശായി പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു ഗവൺമെൻറ്. പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയി. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ ജനാധിപത്യം സംരക്ഷിക്കുന്നതിൽ പൗരസമൂഹത്തിൻ്റെ ജാഗ്രത, മാധ്യമങ്ങളുടെ ഇടപെടൽ, പൗരാവകാശങ്ങൾ എന്നിവയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. അടിയന്തരാവസ്ഥ സൃഷ്ടിച്ച പ്രതിസന്ധികളെ ജനാധിപത്യ മാർഗത്തിലൂടെ ഇന്ത്യൻ ജനത മറികടന്നു. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തിയും പ്രാധാന്യവും വ്യക്തമാക്കുന്നു. ജനാധിപത്യത്തെ ഹനിക്കുന്ന അടിയന്തരാവസ്ഥ പോലുള്ള സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത സൃഷ്ടിക്കുന്നതിന് ഈ അനുഭവങ്ങൾ നമ്മെ സഹായിക്കുന്നു. അടുത്ത അടിയന്തരാവസ്ഥയെക്കുറിച്ചൊരു ബോക്സിൽ പറയുന്നുണ്ട്. യുദ്ധം, ബാഹ്യാക്രമണം, അതുപോലെ സായുധ കലാപം എന്നിവയാൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി നേരിടുന്ന സാഹചര്യങ്ങളിൽ നടപടികൾ സ്വീകരിക്കാൻ അടിയന്തരാവസ്ഥ സർക്കാരിന് അധികാരം നൽകുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ അനുച്ഛേദം 352 പ്രകാരം ആർട്ടിക്കിൾ 352 പ്രകാരം രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന നിയന്ത്രണങ്ങളാണ് അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ്. അത് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിലും അതുപോലെ പൗരന്മാർക്ക് ജനാധിപത്യ വിദ്യാഭ്യാസം നൽകുന്നതിലും രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം മറ്റ് ചില സാമൂഹിക പ്രസ്ഥാനങ്ങളും തൽപര ഗ്രൂപ്പുകളും സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജനകീയ പ്രസ്ഥാനങ്ങളും ഇന്ത്യൻ ജനാധിപത്യവും. ജനാധിപത്യ ഇന്ത്യയിൽ വിവിധ ജനവിഭാഗങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനും അധികാരത്തിൽ പ്രാധാന്യം ലഭിക്കുന്നതിനുമായി നിരവധി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. 1970 ശേഷം ദളിതർ, സ്ത്രീകൾ, കർഷകർ തുടങ്ങിയ സാമൂഹിക വിഭാഗങ്ങൾക്കിടയിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ലെന്ന ബോധം ശക്തമാകുകയുണ്ടായി. ഈ വിഭാഗങ്ങൾ ഇതിനെതിരായി അവരുടേതായ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ചില പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് പിന്നോക്ക വിഭാഗ പ്രസ്ഥാനങ്ങളും മണ്ഡൽ കമ്മീഷനും. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നാക്ക വിഭാഗ പ്രസ്ഥാനങ്ങളും അതുപോലെ മണ്ഡൽ കമ്മീഷനും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടാത്തതും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നതുമായ ജനവിഭാഗമാണ് ഇതര പിന്നാക്ക വിഭാഗങ്ങൾ, അതർ ബാക്ക്വേർഡ് ക്ലാസസ് എന്ന് അറിയപ്പെടുന്നു.
ബാക്ക്വേർഡ് ക്ലാസ് ഏതെന്നാണ് പറയുന്നത്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടാത്തതും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നതുമായ ജനവിഭാഗമാണ് ഇതര പിന്നോക്ക വിഭാഗങ്ങൾ. ഈ വിഭാഗങ്ങളുടെ സർക്കാർ ഉദ്യോഗങ്ങളിലെ പ്രാതിനിധ്യത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കുമായി നിരവധി പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഉയർന്നു വരികയുണ്ടായി. പിന്നോക്ക വിഭാഗങ്ങളിലെ സാമൂഹിക പിന്നോക്കാവസ്ഥയ്ക്കുള്ള കാരണത്തെക്കുറിച്ച് പഠിക്കാനും പരിഹാര നിർദ്ദേശത്തിനുമായി 1953 കേന്ദ്ര സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചു. എന്നാണ് 1953. ഇത് കാക്ക കലേക്കർ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏത് കമ്മീഷനാണ്? കാക്ക കലേക്കർ. ഇമ്പോർട്ടൻ്റ് ആണ്, പഴയ SCERT ഒന്നും ഇല്ലാത്ത ഫാക്റ്റാണ്. പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ 1953 നിയമിച്ച കമ്മീഷനാണ് കാക്ക കലേക്കർ. ഇമ്പോർട്ടൻ്റ് ആണ്, കാക്ക കലേക്കർ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. കമ്മീഷൻ ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചുവെങ്കിലും അവ നടപ്പിലാക്കപ്പെട്ടിരുന്നില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിലവിൽ വന്ന ജനതാ ഗവൺമെൻറ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് തോറ്റിട്ട് ജനതാ പാർട്ടിയാണ് അധികാരത്തിൽ വന്നത്. ഇവർ OBC വിഭാഗങ്ങളിലെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പിന്നോക്ക അവസ്ഥയെക്കുറിച്ച് പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിന് വേണ്ടി, ഇമ്പോർട്ടൻ്റ് ആണ്, 1979 BP മണ്ഡൽ അധ്യക്ഷനായി ഒരു കമ്മീഷനെ നിയമിച്ചു. 79 അത് അറിയപ്പെട്ടിരുന്നതാണ് മണ്ഡൽ കമ്മീഷൻ. പിന്നോക്ക വിഭാഗ കമ്മീഷൻ എന്നും മണ്ഡൽ കമ്മീഷൻ എന്നും അറിയപ്പെട്ടു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, PCയുടെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും, നിങ്ങൾ പഠിക്കണം. 1953 നിയമിച്ച കമ്മീഷൻ കാക്ക കലേക്കർ. അതുപോലെ 1979 പിന്നോക്ക വിഭാഗ കമ്മീഷൻ എന്നും അല്ലെങ്കിൽ മണ്ഡൽ കമ്മീഷൻ എന്നും അറിയപ്പെടുന്ന കമ്മീഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പിന്നോക്ക വിഭാഗങ്ങൾക്ക് 27% സംവരണം. എത്ര ശതമാനമാണ്? 27% സംവരണം. സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പിന്നോക്ക വിഭാഗക്കാർക്ക് 27% സംവരണം നിർദ്ദേശിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് 1980 കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. ഏത് കമ്മീഷനാണ്? മണ്ഡൽ കമ്മീഷൻ. VP സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ദേശീയ മുന്നണി 1990 ഈ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. VP സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ് 1990 ഈ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം ഉത്തരേന്ത്യയിലെ പല നഗരങ്ങളിലും പ്രക്ഷോഭങ്ങൾക്കും അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കും കാരണമായി. എന്നാൽ പിൽക്കാലത്ത് റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് സുപ്രീം കോടതി അനുമതി നൽകി. ഇന്ന് രാജ്യത്തെ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടിയും OBC സംവരണത്തെ അംഗീകരിക്കുന്നുണ്ട്. ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ സാധിച്ചു എന്ന നിലയിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. മണ്ഡൽ കമ്മീഷൻ്റെ രൂപീകരണം മുതൽ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രാമുഖ്യമുള്ള നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക പ്രസ്ഥാനങ്ങളും ഉയർന്നു വന്നു. ജനതാദളിൽ നിന്നും രൂപപ്പെട്ട മറ്റു പാർട്ടികളും ഇതിന് ഉദാഹരണമാണ്. ഇവിടെ BP മണ്ഡൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബീഹാറിൽ നിന്നുള്ള സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന 2ാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷനായിരുന്ന BP മണ്ഡൽ. കാലഘട്ടം പറയുന്നുണ്ട് 1967, 70, 77, 79 കാലഘട്ടങ്ങളിൽ അദ്ദേഹം പാർലമെൻറ്റ് അംഗം ആയിരുന്നു. 1968 1.5 മാസത്തോളം ബീഹാറിൽ മുഖ്യമന്ത്രിയായും അദ്ദേഹം ചുമതല നിർവഹിച്ചു. 1977 ജനതാ പാർട്ടി അംഗത്വം സ്വീകരിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ മണ്ഡൽ കമ്മീഷനും കാക്ക കലേക്കർ കമ്മീഷനും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം, ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ദളിത് പ്രസ്ഥാനങ്ങളാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ദളിത് വിഭാഗങ്ങൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നവരായിരുന്നു. അർഹതപ്പെട്ട അവകാശം നിഷേധിക്കപ്പെടുകയാണെന്നുള്ള വികാരത്തിൽ നിന്നുമാണ് ദളിത് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിൽ ഭരണഘടന ദളിത് വിഭാഗത്തിന് സംവരണം ഉറപ്പാക്കുന്നുണ്ടെങ്കിലും അവർക്ക് സാമൂഹിക പ്രാധാന്യമുള്ള മേഖലകളിലും മുഖ്യധാര രാഷ്ട്രീയത്തിലും ഭരണതലത്തിലും അർഹമായ സ്ഥാനം ലഭിക്കാത്ത സാഹചര്യം നിലനിന്നിരുന്നു. വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിലെ പിന്നോക്കാവസ്ഥ, സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം, സ്വന്തമായി ഭൂമിയില്ലാത്ത അവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങൾ ദളിത് ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു. ഭരണഘടനാ ശില്പിയായ BR അംബേദ്കർ. നമ്മുടെ ഭരണഘടനയുടെ ശില്പിയാണ് BR അംബേദ്കർ. PVQ ആണ്.
BR അംബേദ്കറുടെ ആശയങ്ങളാൽ പ്രചോദിതരായ ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരം പ്രസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം. ഇമ്പോർട്ടൻ്റ് ആണ്. ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം നോട്ട് ചെയ്ത് വെക്കണേ. ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എന്താണെന്ന് 1972 മഹാരാഷ്ട്രയിലാണ് ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. എന്നാണ് 1972 മഹാരാഷ്ട്രയിലാണ് ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. മേഖലയിലെ അഭ്യസ്തവിദ്യരായ ദളിത് ചെറുപ്പക്കാരായിരുന്നു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. നഗരമേഖലയിലെ അഭ്യസ്തവിദ്യരായ ദളിത് ചെറുപ്പക്കാരായിരുന്നു നേതൃത്വം. പിന്നാക്ക വിഭാഗങ്ങൾക്ക് സാമൂഹ്യനീതി, അതുപോലെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് സാമൂഹ്യനീതി, തുല്യത, ജാതി ഉന്മൂലനം തുടങ്ങിയ അംബേദ്കറുടെ ആശയങ്ങൾ ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനത്തെ സ്വാധീനിച്ചു. ജാതി വിവേചനങ്ങൾക്കെതിരെ അക്രമോത്സുകമായ ചെറുത്തുനിൽപ്പുകൾ, പോലീസിൻ്റെ അന്യായമായ നടപടികൾക്കെതിരെ വലിയ ജനപങ്കാളിത്തത്തോടെയുള്ള പ്രക്ഷോഭങ്ങൾ, സാഹിത്യ സാംസ്കാരിക പരിപാടികൾ, മറ്റു സാമൂഹ്യനീതി പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഇവർ സംഘടിപ്പിച്ചു. തൊട്ടുകൂടാത്തവരായി കരുതി മാറ്റി നിർത്തപ്പെട്ടവരുടെ ജീവിതം, സാഹിത്യം, അതുപോലെ സിനിമ, നാടകം തുടങ്ങിയവയിൽ പ്രമേയമാക്കുന്നതിനും ദളിതർക്കെതിരായ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഭരണകൂടത്തെ പ്രേരിപ്പിക്കുന്നതും ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. അപ്പം ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം രൂപീകരിച്ച് 1972 മഹാരാഷ്ട്രയിലാണ്. അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി രൂപപ്പെട്ട മറ്റൊരു പ്രസ്ഥാനമായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്, 1978 രൂപീകരിക്കപ്പെട്ട ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ 1978 ഇത് കേവലം ഉദ്യോഗസ്ഥരുടെ താൽപ്പര്യ സംരക്ഷണാർത്ഥം മാത്രം രൂപീകരിക്കപ്പെട്ട സംഘടനയല്ല, മറിച്ച് പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്ക് രാഷ്ട്രീയ അധികാരം ലഭിക്കുന്നതിനായും ഈ സംഘടന നിലകൊണ്ടു. ഈ സംഘടനയിൽ നിന്നാണ് ദളിത് ശോഷിത് സമാജ് സംഘർഷ സമിതിയും അതുപോലെ തന്നെ കാൻഷിറാമിൻ്റെ നേതൃത്വത്തിൽ ബഹുജൻ സമാജ് പാർട്ടി. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേരൊന്നും നമ്മൾ പഴയ ചാട്ടിലില്ല. കാൻഷിറാമിൻ്റെ നേതൃത്വത്തിൽ ബഹുജൻ സമാജ് പാർട്ടി BSP രൂപം കൊണ്ട് ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ദളിതരുടെ പിന്തുണയോടെ രാഷ്ട്രീയ സ്വാധീനമുണ്ടാക്കാൻ BSPക്ക് സാധിച്ചു. അപ്പം അതിൻ്റെ നേതൃത്വം കാൻഷിമാറായിരുന്നു. അതുപോലെ ഈ സംഘടന എല്ലാം പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറയുന്ന സ്ത്രീ മുന്നേറ്റങ്ങളെക്കുറിച്ചാണ്. ലിംഗസമത്വം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ, സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ ആനുപാതിക പ്രാതിനിധ്യം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളാണ് സ്ത്രീകളുടെ അവകാശ പ്രസ്ഥാനങ്ങൾ. ഗാർഹിക പീഡനം, അവകാശ നിഷേധം, അടിച്ചമർത്തലുകൾ, ലൈംഗിക അതിക്രമം, അതുപോലെ പുരുഷ മേധാവിത്വം ഇവയെല്ലാം സ്ത്രീ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരം തേടുന്നതിനായി രാജ്യത്ത് നിരവധി പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില സ്ത്രീ മുന്നേറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യത്തേത് ചാരായ വിരുദ്ധ പ്രസ്ഥാനമാണ്. 1990കളിൽ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ ഉയർന്നു വന്ന സ്ത്രീ മുന്നേറ്റ പ്രസ്ഥാനമാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം. എവിടാണ്? ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ 1990 ചാരായ വിരുദ്ധ പ്രസ്ഥാനം. ആയിരക്കണക്കിന് സ്ത്രീകൾ അണിചേർന്ന ഈ പ്രസ്ഥാനം പിന്നീട് സംസ്ഥാനമാകെ വ്യാപിച്ചു. പ്രാദേശികമായി നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന ലഹരി പാനീയമായിരുന്നു ചാരായം. ലഹരിയുടെ വ്യാപകമായ ഉപയോഗം സമൂഹത്തിൽ അന്തഃഛിദ്രം സൃഷ്ടിക്കുകയും യുവാക്കളുടെ മാനസിക ശാരീരിക നില തകരാറിലാക്കുകയും ചെയ്തു. ഇത് ഗ്രാമത്തിലെ സാമ്പത്തിക അടിത്തറ തകർക്കുന്നതിനും ഗാർഹിക പീഡനം, സ്ത്രീകൾക്കെതിരായ അതിക്രമണങ്ങൾ, അതുപോലെ ദാരിദ്ര്യം തുടങ്ങിയവയ്ക്കും കാരണമായി. സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമം, അതുപോലെ പൊതു ഇടങ്ങളിലെ അതിക്രമണങ്ങൾ, ലിംഗവിവേചനം തുടങ്ങി വിവിധ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പ്രക്ഷോഭമായി ചാരായ വിരുദ്ധ പ്രസ്ഥാനം പിന്നീട് വളർന്നു. ഇത് സമൂഹത്തിൽ ലഹരിക്കെതിരെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നത്തിനെതിരായി സാമൂഹ്യ അവബോധം സൃഷ്ടിക്കുന്നതിന് സഹായിച്ചു. ഹൈദരാബാദിലെ ഒരു ചാരായ വിരുദ്ധ സമരത്തിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്.
1992 അപ്പം എവിടെയാണെന്ന് പഠിക്കണം. 1990 ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ലഹരിയുടെ ഉപയോഗം മൂലം സ്ത്രീകൾ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അടുത്തത് നിർഭയ പ്രസ്ഥാനമാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ഡൽഹിയിൽ രൂപപ്പെട്ട ബഹുജന മുന്നേറ്റമാണ് നിർഭയ. ഡൽഹിയിൽ രൂപപ്പെട്ട ബഹുജന മുന്നേറ്റമാണ് നിർഭയ പ്രസ്ഥാനം. 2012 ഡൽഹി നഗരത്തിൽ വെച്ച് ഒരു പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായി കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ സംഭവം രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഇടയാക്കി. ഈ പ്രക്ഷോഭമാണ് നിർഭയ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായത്. എന്നായിരുന്നു? 2012 പെൺകുട്ടിക്ക് ലൈംഗിക അതിക്രമത്തിനായി കൊല്ലപ്പെട്ടത്. 2018 അതിനെ തുടർന്നാണ് നിർഭയ പ്രസ്ഥാനം രൂപം കൊണ്ടത്. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, അത്തരം കേസുകളിൽ നിയമ നടപടികൾ വേഗത്തിലാക്കുക, മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുക തുടങ്ങിയവയായിരുന്നു നിർഭയ പ്രസ്ഥാനം ഉയർത്തിയ പ്രധാന ആവശ്യങ്ങൾ. ഇന്ത്യൻ ക്രിമിനൽ നിയമ ഭേദഗതി നിയമം 2013, അതായത് നിർഭയ നിയമം, ലൈംഗിക അതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായുള്ള അതിവേഗ കോടതി, അതായത് ഫാസ്റ്റ് ട്രാക്ക് കോടതി എന്നിവ നിർഭയ പ്രക്ഷോഭത്തെ തുടർന്ന് നിലവിൽ വന്നവയാണ്. അടുത്തത് നോക്കാം. അടുത്തത് മത്സ്യത്തൊഴിലാളികളുടെ മുന്നേറ്റമാണ്. ഇവിടെ ദേശീയ മത്സ്യത്തൊഴിലാളി സംഘടനയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ലോകത്തെ രണ്ടാമത്തെ വലിയ മത്സ്യബന്ധന സമൂഹമാണ് ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾ. രണ്ടാമത്തെയാണ്. കിഴക്കും പടിഞ്ഞാറും തീരപ്രദേശങ്ങളിൽ വസിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ ഉപജീവന മാർഗമാണ് മത്സ്യബന്ധനം. മത്സ്യബന്ധന തൊഴിലാളികൾ ഉപജീവനവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി നിരവധി മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1980കളുടെ മധ്യത്തോടെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങളിൽ വന്ന മാറ്റം മത്സ്യബന്ധന രംഗത്തെയും സാരമായി ബാധിച്ചു. പ്രധാനമായും ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങളിൽ വന്ന മാറ്റം മത്സ്യബന്ധന രംഗത്തെയും സാരമായി ബാധിച്ചു. പ്രധാനമായും ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയായിരുന്നു പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത്. ദേശീയ മത്സ്യത്തൊഴിലാളി സംഘടന എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത്. വിവിധ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടായ്മകളെ ഏകോപിപ്പിച്ച് അവരുടെ അവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഇന്ത്യയുടെ കടൽ പ്രദേശം വിദേശ കമ്പനികൾക്ക് മത്സ്യബന്ധനത്തിനായി അനുവദിക്കപ്പെട്ടത്, അതുപോലെ വിദേശ കമ്പനികൾ ഇന്ത്യൻ തീരത്ത് മത്സ്യബന്ധനത്തിന് ട്രോളിംഗ് ലൈസൻസ് അനുവദിച്ചത് തുടങ്ങിയ പ്രശ്നങ്ങൾ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ തകർക്കുന്നതാണെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു നിയമ പോരാട്ടങ്ങളും പ്രത്യക്ഷ സമരങ്ങളും അരങ്ങേറിയത്. കടലോര പരിസ്ഥിതി സംരക്ഷണവും ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. കേരളത്തിൽ മത്സ്യത്തൊഴിലാളികളാണ് NFFൻ്റെ നേതൃത്വത്തിൽ തൊഴിലാളി സംഘടനയെ സംഘടിപ്പിച്ച് അവകാശ പോരാട്ടം ശക്തമാക്കിയത്. മത്സ്യബന്ധന തൊഴിലാളികളുടെ സംഘടനാബോധം ഉണർന്ന് ജനാധിപത്യ സംവിധാനത്തിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അത് മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതാണ്. അടുത്തത് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളാണ്. അശാസ്ത്രീയമായ വികസനം സൃഷ്ടിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും അതുമൂലമുണ്ടാകുന്ന സാമൂഹിക നീതി നിഷേധത്തിനും എതിരായാണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. വൻകിട ജലസേചന പദ്ധതികൾ, വ്യവസായങ്ങൾ, ഖനനം, വനനശീകരണം തുടങ്ങിയവ ഉണ്ടാകുന്ന പാരിസ്ഥിതിക സാമൂഹിക പ്രശ്നങ്ങളെയാണ് ഈ പ്രസ്ഥാനങ്ങൾ പ്രധാനമായും അഭിസംബോധന ചെയ്യുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം, ജൈവ വൈവിധ്യങ്ങളുടെ സംരക്ഷണം, പരിസ്ഥിതി നയരൂപീകരണം, പാരിസ്ഥിതിക അവബോധനം വളർത്തൽ, സുസ്ഥിര വികസനം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധ നേടിയ ചില പരിസ്ഥിതി മുന്നേറ്റങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തേത് ചിപ്കോ പ്രസ്ഥാനമാണ്. അതിൻ്റെ നേതാവാണ് സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്. ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ പ്രദേശങ്ങളിൽ നിന്നും വ്യവസായങ്ങൾക്കായി വൻതോതിൽ വൃക്ഷങ്ങൾ മുറിക്കുന്നതിനെതിരെ എതിർത്തു. അതുപോലെ തദ്ദേശീയ ജനതയ്ക്ക് വനവിഭവങ്ങൾക്കുമേലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനായി നിലകൊണ്ടു. സ്ത്രീ പങ്കാളിത്തവും നേതൃത്വവും അതുപോലെ വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്യുന്നതായിരുന്നു സമരരീതി. ഇമ്പോർട്ടൻ്റ് ആണ്. ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണയാണ്. അടുത്ത് നോക്കാം. നർമ്മദ ബച്ചാവോ ആന്തോളൻ മേധാ പട്കറാണ്. നർമ്മദ നദിയിലെ സർദാർ സരോവർ പദ്ധതി എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് നദിയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നർമ്മദ നദിയിലാണ്.
അതിനെതിരെ രൂപപ്പെട്ട പ്രസ്ഥാനമാണ്. ഗോത്രവർഗ ജനതയുടെ കുടിയൊഴിപ്പിക്കലിനെതിരെ പ്രവർത്തിച്ചു. തദ്ദേശീയ ജനങ്ങളുടെ ജീവനോപാധികൾ സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിച്ചു. നീതിപൂർവമല്ലാത്ത കുടിയൊഴിപ്പിക്കലുകളും അതുപോലെ പുനരധിവാസത്തിനും എതിരായി നിലകൊണ്ടു. ഇമ്പോർട്ടൻ്റ് ആണ്. ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണയുടെ, അതുപോലെ നർമ്മദ ബച്ചാവോ ആന്തോളൻ മേധാ പട്കർ. പിന്നെ പറയുന്നത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയിലെ നിർദ്ദിഷ്ട ജലവൈദ്യുത പദ്ധതിക്കെതിരായ പ്രസ്ഥാനം. മഴക്കാടും ജലവൈവിധ്യങ്ങളും സംരക്ഷിക്കുന്നതിനായി നിലകൊണ്ടു. പ്രക്ഷോഭങ്ങളെ തുടർന്ന് സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. അടുത്തത് പരിസ്ഥിതി സംഘടനകളെയും മറ്റ് ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലുകളുടെ ഫലമായി നിരവധി പരിസ്ഥിതി സംരക്ഷണ നിയമവും അതുപോലെ പാരിസ്ഥിതിക അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമങ്ങളും സംരക്ഷിത വനപ്രദേശങ്ങളുടെ പ്രഖ്യാപനങ്ങളും ദേശീയ ഉദ്യാനങ്ങളുടെ പ്രഖ്യാപനവുമെല്ലാം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ജൈവ വൈവിധ്യ നിയമം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ജൈവ വൈവിധ്യ നിയമം എന്നാണ്. ജൈവ വൈവിധ്യ നിയമം 2002 ജൈവ വൈവിധ്യ നിയമം. അതുപോലെ 2006 എന്നാണ് പട്ടികവർഗക്കാരുടെയും മറ്റ് പരമ്പരാഗത വനവാസികളുടെയും അവകാശങ്ങൾ തിരിച്ചറിയൽ നിയമം. 2006 പട്ടികവർഗക്കാരുടെയും മറ്റ് പരമ്പരാഗത വനവാസികളുടെയും അവകാശങ്ങൾ തിരിച്ചറിയൽ നിയമം. അതുപോലെ 2013 ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം എന്നിവയിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യത്തിനുമുള്ള അവകാശ നിയമം. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നോക്കാം. അടുത്തത് കർഷക പ്രസ്ഥാനങ്ങളാണ്. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മുൻനിർത്തി നിരവധി മുന്നേറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഹരിത വിപ്ലവത്തോടനുബന്ധിച്ച് കാർഷിക മേഖലയ്ക്ക് പ്രോത്സാഹനം ലഭിച്ചിരുന്നുവെങ്കിലും 1980കളുടെ മധ്യത്തോടെ നമ്മുടെ സാമ്പത്തിക നയത്തിൽ വന്ന ഉദാരവൽക്കരണ നയങ്ങൾ കാർഷിക രംഗത്തെ പ്രതിസന്ധിയിലാക്കി. ഉൽപ്പാദനത്തെയും ഭക്ഷ്യസുരക്ഷയെയും തൊഴിൽ മേഖലയും ഗുരുതരമായി ബാധിക്കുന്നതായിരുന്നു കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങൾ. ഇതിനെതിരെ ഉത്തർപ്രദേശിൽ രൂപപ്പെട്ട ഭാരതീയ കിസാൻ യൂണിയൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഭാരതീയ കിസാൻ യൂണിയൻ ഉത്തർപ്രദേശിൽ ആണ്. ഭാരതീയ കിസാൻ യൂണിയൻ ഗ്രാമീണ കർഷകരെ സംഘടിപ്പിച്ച് വൻ പ്രക്ഷോഭങ്ങൾ നടത്തി. മഹാരാഷ്ട്രയിലെ ഷേത്കാരി സംഘടന, അതുപോലെ എവിടത്തെയാണ് മഹാരാഷ്ട്രയിലെ ഷേത്കാരി സംഘടന, കർണാടകയിലെ റയത സംഘം തുടങ്ങിയവ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ കർഷക മുന്നേറ്റ പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. 2020-21 കാലഘട്ടത്തിൽ ഡൽഹിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ സംയുക്ത കിസാൻ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ സംഘടിപ്പിക്കപ്പെട്ട കർഷക സമരം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടിയിരുന്നു. സമരത്തെ തുടർന്ന് കർഷകരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുകയുണ്ടായി. ഏതൊക്കെയാണ്? ഉത്തർപ്രദേശിൽ രൂപപ്പെട്ടതാണ് ഭാരതീയ കിസാൻ യൂണിയൻ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഭാരതീയ കിസാൻ യൂണിയൻ ഉത്തർപ്രദേശിലാണ്. അതുപോലെ മഹാരാഷ്ട്രയിലെ ഷേത്കാരി സംഘടന, കർണാടകയിലെ റയത സംഘം തുടങ്ങിയവയാണ് കർഷക മുന്നേറ്റ പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണങ്ങൾ. കർഷക മുന്നേറ്റ പ്രസ്ഥാനങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ചിലപ്പം ചോദിക്കും. അടുത്തത് വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്. വിവരാവകാശത്തിനായുള്ള പ്രസ്ഥാനവും അതിനെ തുടർന്നുണ്ടായ നിയമവും പൊതുജന പ്രക്ഷോഭങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയ്ക്കും വിജയത്തിനും ഉദാഹരണമാണ്. 1990 രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടന. 1990 രാജസ്ഥാനിൽ മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് വിവരാവകാശത്തിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന. ഏതാണ്? റിപ്പീറ്റഡ് PVQ ആണ്. 1990 രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടന MKSS ഈ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത് സംഘടനയാണ്. രാജസ്ഥാനിലെ ഭീം തഹസിൽ. എവിടെയാണ്? രാജസ്ഥാനിലെ ഭീം തഹസിൽ എന്ന പിന്നോക്ക പ്രദേശമായിരുന്നു ആദ്യമായി പൊതു നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിക്കാൻ ആവശ്യപ്പെട്ടത്. സ്കൂളുകൾ, ഡിസ്പെൻസറികൾ, അതുപോലെ ചെറിയ ഡാം എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുപണം ദുരുപയോഗം ചെയ്യുന്നുവെന്ന സംശയത്താലായിരുന്നു ഇത് MKSSൻ്റെ അതായത് മസ്ദൂർ കിസാൻ ശക്തി സംഘടന ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ ഡൽഹി കേന്ദ്രമാക്കി വിവരാവകാശത്തിനായുള്ള ദേശീയ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടതും ദേശീയ തലത്തിൽ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. കൂടാതെ ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം, പ്രസ് കൗൺസില്, ഷൂരി കമ്മിറ്റി എന്നിവയും ഇതേ ആവശ്യം മുൻനിർത്തി വിവരാവകാശ നിയമത്തിനായുള്ള കരട് രൂപം തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. എന്നാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്? 2005 PVQ ആണ്. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്
1990 രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ MKSS എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു. അതുപോലെ രാജസ്ഥാനിലെ ഭീം തഹസിൽ എന്ന പിന്നോക്ക പ്രദേശമായിരുന്നു ആദ്യമായി ഒരു പൊതു നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ വേണമെന്ന് ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് MKSSന്റെ ആഭിമുഖ്യത്തിൽ ഡൽഹി കേന്ദ്രമാക്കി വിവരാവകാശത്തിനായുള്ള ദേശീയ കൗൺസിൽ രൂപീകരിക്കപ്പെടുകയും ദേശീയ തലത്തിൽ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. കൂടാതെ ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം, പ്രസ് കൗൺസിൽ, അതുപോലെ ശൂരി കമ്മിറ്റി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ശൂരി കമ്മിറ്റി എന്നിവയും ഇതേ ആവശ്യം മുൻനിർത്തി വിവരാവകാശ നിയമത്തിനുള്ള കരട് രൂപം തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അടുത്ത ഇവിടെ പറയുന്നത് വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ്. 2005 ഇന്ത്യൻ പാർലമെൻറ്റ് വിവരാവകാശ നിയമം പാസ്സാക്കുകയും 2005 ഒക്ടോബർ 12 നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആണ്. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന 2005 ഒക്ടോബർ 12 പൊതുസ്ഥാപനങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നും പൗരർക്ക് വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശമാണ് ഈ നിയമം ഉറപ്പുവരുത്തുന്നത്. ഇതുപ്രകാരം വിവരങ്ങൾ 30 ദിവസത്തിനുള്ളിൽ നൽകണം. PYQ 30 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ നൽകണം. അതുപോലെ ജീവനും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയായ കാര്യങ്ങളാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകണം. ഇമ്പോർട്ടൻ്റ് ആണ്. ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടുള്ള കാര്യമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകണം. വിവരങ്ങൾ നൽകുന്നതിനായി ഓരോ സ്ഥാപനത്തിലും ഒരു ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ പ്രവർത്തിക്കുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ വിവരങ്ങൾ ലഭിക്കാത്ത പക്ഷം ഹർജിക്കാരന് മേലധികാരികൾക്ക് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. വിവരാവകാശ നിയമത്തിൻ്റെ നടത്തിപ്പിനായി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വിവരാവകാശ കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ജനാധിപത്യത്തിൽ സുതാര്യത അത്യന്താപേക്ഷിതമായതിനാലും അഴിമതി നിർമ്മാർജ്ജനം ചെയ്യേണ്ടതിനാലും പൊതു കാര്യങ്ങളെ സംബന്ധിച്ച് ആധികാരികമായ വിവരങ്ങൾ പൗരർക്ക് ലഭ്യമാക്കേണ്ടതാണ്. അപ്പം 2005 ഇന്ത്യൻ പാർലമെൻറ്റ് വിവരാവകാശ നിയമപ്രകാരം അതുപോലെ വിവരാവകാശ നിയമം പാസ്സാക്കുകയും 2005 ഒക്ടോബർ 12 നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അതുപോലെ വിവരങ്ങൾ 30 ദിവസത്തിനുള്ളിൽ നൽകണം. അത് ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടുള്ള കാര്യമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ അതിന് മറുപടി കൊടുക്കണം. അടുത്തത് പ്രാദേശിക പ്രസ്ഥാനങ്ങളാണ്. വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ് ഇന്ത്യ. ഭൂപ്രകൃതി, കാലാവസ്ഥ, ഭാഷ, ജീവിതരീതി, മതം, വംശം തുടങ്ങിയവയിലെല്ലാം ഈ വൈവിധ്യം ദർശിക്കാൻ സാധിക്കും. ഇവയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രദേശത്തിന് പ്രത്യേക പരിഗണന, ആനുകൂല്യം, സംരക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഉടലെടുത്ത പ്രസ്ഥാനങ്ങളാണ് പ്രാദേശിക പ്രസ്ഥാനങ്ങൾ. എന്തിനു വേണ്ടിയാണ്? ഒരു പ്രദേശത്തിന് പ്രത്യേക പരിഗണന, ആനുകൂല്യം, സംരക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഉടലെടുത്ത പ്രസ്ഥാനങ്ങളാണ് പ്രാദേശിക പ്രസ്ഥാനങ്ങൾ. ഉന്നയിക്കുന്ന ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം പ്രസ്ഥാനങ്ങളെ പ്രധാനമായും കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ, പ്രാദേശിക സ്വയംഭരണ പ്രസ്ഥാനങ്ങൾ, വിഘടനവാദ പ്രസ്ഥാനങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. ഇത്തരം ചില പ്രസ്ഥാനങ്ങളും അവയെ ഇന്ത്യൻ ജനാധിപത്യം എങ്ങനെ സമീപിച്ചുവെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ദ്രാവിഡ പ്രസ്ഥാനമാണ്. ഇതൊന്നും പഴയ SCERT ഇല്ലാത്ത ഫാക്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. ദ്രാവിഡ പ്രസ്ഥാനം ദ്രാവിഡ ജനതയുടെ രാഷ്ട്രീയ ശാക്തീകരണം, അതുപോലെ തമിഴ് ഭാഷയുടെ വളർച്ച, യുക്തിവാദം എന്നീ ആശയങ്ങളുടെ സ്വാധീനത്താൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ തമിഴ്നാട്ടിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ദ്രാവിഡ പ്രസ്ഥാനം. എവിടെയാണ്? തമിഴ്നാട്ടിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ദ്രാവിഡ പ്രസ്ഥാനം. ദ്രാവിഡ സംസ്കാരത്തിനുമേൽ ബ്രാഹ്മണ സംസ്കാരം മേധാവിത്വം നേടുന്നത് ചെറുക്കുക എന്നതും ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യമായിരുന്നു. EV രാമസ്വാമി നായ്ക്കറുടെ ആത്മാഭിമാന പ്രസ്ഥാനത്തിൻ്റെ ആശയധാരയിൽ നിന്നാണ് ഈ പ്രസ്ഥാനം രൂപമെടുത്തത്. എന്താണ്? EV രാമസ്വാമി നായ്ക്കറുടെ ആത്മാഭിമാന പ്രസ്ഥാനത്തിൻ്റെ ആശയധാരയിൽ നിന്നാണ് ദ്രാവിഡ പ്രസ്ഥാനം രൂപപ്പെട്ടത്. പിന്നീട് അദ്ദേഹം ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപം നൽകി. രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ദ്രാവിഡ കഴകം. ഇത് ദ്രാവിഡ മുന്നേറ്റ കഴകമായി മാറി. ശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെ തമിഴ്നാട് രാഷ്ട്രീയത്തെ സ്വാധീനിച്ച DMK 1967 അധികാരത്തിൽ എത്തി. പിന്നീടുള്ള തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിവിധ ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം ദർശിക്കാൻ നമുക്ക് കഴിയും. അടുത്തത് കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങളാണ്. അനിയന്ത്രിത കുടിയേറ്റം ഒരു പ്രദേശത്തെ തദ്ദേശീയ ജനതയ്ക്ക് സൃഷ്ടിക്കുന്ന വംശീയ, ഭാഷ,
സാംസ്കാരിക, സാമ്പത്തിക, തൊഴിൽ പ്രശ്നങ്ങളെ മുൻനിർത്തി രൂപപ്പെട്ട പ്രസ്ഥാനമാണ് കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അസം പ്രസ്ഥാനം. എന്താണ് അസം പ്രസ്ഥാനം എന്ന് നോക്കാം. കുടിയേറ്റത്തിനെതിരെയാണ്. വിശേഷിച്ച് ബംഗ്ലാദേശിലെ കുടിയേറ്റത്തിനെതിരെ 1979 മുതൽ 85 വരെ അസമിൽ നടന്ന പ്രക്ഷോഭമാണ് അസം പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ആൾ അസം സ്റ്റുഡൻസ് യൂണിയനാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ബംഗ്ലാദേശിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റം അസം ജനതയുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമെന്നും ദാരിദ്ര്യത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകുമെന്നും പ്രക്ഷോഭകാരികൾക്ക് ആശങ്ക ഉന്നയിച്ചു. 1951 ശേഷം അനധികൃതമായി അസമിൽ കുടിയേറിയവരെ പുറത്താക്കാൻ പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെട്ടു. വ്യാപകമായ അക്രമങ്ങൾക്കും സംഘർഷങ്ങൾക്കും സമരം വഴിയൊരുക്കി. കേന്ദ്ര സർക്കാർ പ്രക്ഷോഭകരുമായി 1985 ഒപ്പുവെച്ച കരാറും തുടർന്നുണ്ടായ ജനാധിപത്യ ഇടപെടലുകളും പ്രശ്നത്തെ ഒരു പരിധിവരെ പരിഹരിക്കാൻ സഹായിച്ചു. അസം പ്രസ്ഥാനം എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കണം. അടുത്തത് സ്വയം ഭരണത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളാണ്. രാജ്യത്തിനുള്ളിൽ കൂടുതൽ സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ടോ പ്രത്യേക സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ടോ ഉദയം ചെയ്ത പ്രസ്ഥാനങ്ങളാണ് ഇവ. പ്രാദേശികമായി അവഗണിക്കപ്പെടുന്നു എന്ന മനോഭാവം, ഭാഷാപരവും സാംസ്കാരികവുമായ പ്രത്യേകതകൾ, അസന്തുലിതമായ സാമ്പത്തിക വളർച്ച തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ സ്വയം ഭരണാവശ്യം ഉന്നയിക്കുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ട ചില പ്രസ്ഥാനങ്ങൾ നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് ഗൂർഖാലാൻഡ് പ്രസ്ഥാനം. പഴയ SCRT-യിലൊന്നും ഇല്ലാത്ത ഫാക്റ്റാണ് ഗൂർഖാലാൻഡ് പ്രസ്ഥാനം. പഴയ SCRT-യിലൊന്നും ഇല്ലാത്ത ഫാക്റ്റാണ് ഗൂർഖാലാൻഡ് പ്രസ്ഥാനം. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. അത് നേതൃത്വം കൊടുത്ത സംഘടന ഗൂർഖ നാഷണൽ ലിബറേഷൻ ഫ്രണ്ടാണ് നേതൃത്വം കൊടുത്ത സംഘടന. ഇതിൻ്റെ കാരണവും ആവശ്യമാണ് പറയുന്നത്. പശ്ചിമ ബംഗാളിൽ നേപ്പാളി ഭാഷ സംസാരിക്കുന്ന ഗൂർഖ വിഭാഗത്തിന് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കുക, ഇതായിരുന്നു ആവശ്യം. അപ്പം ഗൂർഖാലാൻഡ് പ്രസ്ഥാനം, അതിന് നേതൃത്വം കൊടുത്ത സംഘടന ഗൂർഖ നാഷണൽ ലിബറേഷൻ ഫ്രണ്ടാണ്. അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലെ നേപ്പാളി ഭാഷ സംസാരിക്കുന്ന ഗൂർഖ വിഭാഗത്തിന് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കുക, ഇതായിരുന്നു. അടുത്തത് പരിഹാരമാണ്. 1988 സ്വയം ഭരണാധികാരമുള്ള ഡാർജിലിംഗ് ഗൂർഖ ഹിൽ കൗൺസിലിന് രൂപം നൽകി. 2012 ഗൂർഖ ഹിൽ കൗൺസിലിന് പകരം ഗൂർഖാലാൻഡ് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ രൂപീകരിച്ചു. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. 1988 സ്വയം ഭരണാധികാരമുള്ള ഡാർജിലിംഗ് ഗൂർഖ ഹിൽ കൗൺസിലിന് രൂപം നൽകി. 2012 ഗൂർഖ ഹിൽ കൗൺസിലിന് പകരം ഗൂർഖാലാൻഡ് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ രൂപീകരിച്ചത്. അടുത്തത് ജാർഖണ്ഡ് പ്രസ്ഥാനമാണ്. ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ് നേതൃത്വം. ജാർഖണ്ഡ് മുക്തി മോർച്ച. ബീഹാറിൽ നിന്നും ജാർഖണ്ഡ് മേഖല വിഭജിച്ച് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കുക. ബീഹാറിൽ നിന്ന് ജാർഖണ്ഡ് മേഖല വിഭജിച്ച് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കുക, ഇതായിരുന്നു ആവശ്യം. പരിഹാരം 2000 ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്, ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ച വർഷം 2000 ആണ്. അടുത്തത് തെലുങ്കാന പ്രസ്ഥാനമാണ്. തെലുങ്കാന രാഷ്ട്രസമിതിയാണ്. ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലുങ്കാന സംസ്ഥാനം രൂപീകരിക്കുക. എന്നിട്ട് അങ്ങനെ തെലുങ്കാന സംസ്ഥാനം രൂപീകരിച്ച് 2014 റിപ്പീറ്റഡ് PYQ ആണ്. തെലുങ്കാന സംസ്ഥാനം രൂപീകരിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്, 2014. ജാർഖണ്ഡ് സംസ്ഥാനം 2000. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. ഇന്ത്യയിൽ നിന്ന് ചില പ്രദേശങ്ങൾ വേർപെടുത്തി സ്വതന്ത്ര രാഷ്ട്രങ്ങൾ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനങ്ങളാണ് ഈ ഗണത്തിൽ പെടുന്നത്. പഞ്ചാബ്, ജമ്മു കാശ്മീർ, മിസോറാം, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ഈ കൂട്ടത്തിൽ പെടുന്നു. എവിടത്തെയൊക്കെയാണ്? പഞ്ചാബ്, ജമ്മു കാശ്മീർ, മിസോറാം, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അടുത്തത് ഖാലിസ്ഥാൻ പ്രസ്ഥാനമാണ്. സിഖ് ജനതയ്ക്ക് ഖാലിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം വേണമെന്ന ആവശ്യം മുൻനിർത്തി പഞ്ചാബിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ്. എവിടെയാണ്? പഞ്ചാബിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനം. പഞ്ചാബിലാണ്. സിഖ് ജനവിഭാഗത്തിലെ
തീവ്ര വിഭാഗമായിരുന്നു ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. പ്രത്യേക രാഷ്ട്രം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിനായി സായുധ മാർഗമായിരുന്നു ഇവർ സ്വീകരിച്ചത്. പ്രമുഖ സിഖ് ആരാധനമായിരുന്ന അമൃത്സറിലെ സുവർണക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അമൃത്സറിലാണ്. കലാപകാരികൾ അവരുടെ കേന്ദ്രമാക്കി മാറ്റിയത് സുവർണക്ഷേത്രമാണ്. സുവർണക്ഷേത്രത്തിൽ കടന്നു കയറിയ തീവ്രവാദികളെ കേന്ദ്ര സർക്കാർ 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ 1984 ആണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടിയിലൂടെ അമർച്ച ചെയ്തു. സുവർണക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറിയ തീവ്രവാദികൾക്കെതിരെ കേന്ദ്ര സർക്കാർ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തൻ്റെ 2 സിഖ് അംഗരക്ഷകരാൽ വധിക്കപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സിഖ് വിരുദ്ധ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഈ കലാപത്തിൽ നിരപരാധികളായ നിരവധി സിഖുകാർ കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും സിഖ് നേതാവ് ഹർചന്ദ് സിംഗ് ലോംഗോവാളും ചേർന്ന് 1985 പഞ്ചാബ് കരാർ ഒപ്പുവെച്ചതിനെ തുടർന്നാണ് സ്ഥിതിഗതികൾക്ക് മാറ്റം ഉണ്ടായത്. ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത്? രാജീവ് ഗാന്ധിയും സിഖ് നേതാവായിരുന്ന പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും സിഖ് നേതാവ് ഹർചന്ദ് സിംഗ് ലോംഗോവാൾ 1985 പഞ്ചാബ് കരാർ ഒപ്പുവെച്ചതിനെ തുടർന്നാണ് സ്ഥിതിഗതികൾക്ക് മാറ്റമുണ്ടായത്. തുടർന്നുണ്ടായ കാര്യക്ഷമമായ ജനാധിപത്യ നടപടിക്രമങ്ങളിലൂടെ പഞ്ചാബിൽ വിഘടനവാദം പൂർണ്ണമായി അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കുവാനും സാധിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. ഖാലിസ്ഥാൻ പ്രസ്ഥാനം. സിഖ് ജനതയ്ക്ക് ഖാലിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം വേണം എന്ന ആവശ്യത്തിലാണ്. പഞ്ചാബിലാണ്. അതുപോലെ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിലെ കലാപകാരികൾ അവരുടെ കേന്ദ്ര അതുപോലെ 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇമ്പോർട്ടൻ്റ് ആണ്. സുവർണക്ഷേത്രത്തിൽ കടന്നു കയറിയ തീവ്രവാദികൾക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടിയായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ജമ്മു കാശ്മീരിലെ വിഘടനവാദ സംഘടനയാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 370 ആർട്ടിക്കിൾ 370 പ്രകാരം പ്രത്യേക അവകാശങ്ങൾ അനുവദിച്ചിരുന്ന സംസ്ഥാനമായിരുന്നു ജമ്മു കാശ്മീർ. ഇപ്പോൾ അതൊക്കെ എടുത്തു കളഞ്ഞു. ഇന്ത്യയിൽ നിന്ന് കാശ്മീരിനെ വിഭജിച്ച് സ്വതന്ത്ര രാഷ്ട്രമാക്കുകയും പാകിസ്ഥാനിൽ ചേർക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവയാണ് ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. ഇവർ നടത്തിയ സായുധ ആക്രമണങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വലിയ ഭീഷണി ഉയർത്തുകയുണ്ടായി. സമാധാന ചർച്ചകളിലൂടെയും പ്രത്യേക സാമ്പത്തിക വികസന പ്രവർത്തനങ്ങളിലൂടെയും സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുകയുണ്ടായി. ജമ്മു കാശ്മീർ അനുവദിച്ചിരുന്ന അനുച്ഛേദം 370 പ്രകാരമുള്ള പ്രത്യേക അവകാശങ്ങൾ 2019 കേന്ദ്ര സർക്കാർ പിൻവലിച്ചത്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം പാസ്സാക്കുകയും ചെയ്തു. ഇതുപ്രകാരം ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളയുകയും ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ രണ്ടായി, ഇത് ഇമ്പോർട്ടൻ്റ് പഠിക്കണം, കേന്ദ്രഭരണ പ്രദേശമായി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. 2024 ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുകയും ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായി സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. PSC ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവിയായിരുന്നു. അത് എടുത്തു കളഞ്ഞിട്ട് 2019 കേന്ദ്ര സർക്കാർ പിൻവലിച്ചത്. ജമ്മു കാശ്മീരിനെ സ്പ്ലിറ്റാക്കി ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. അതിനുശേഷം സർക്കാർ ഉണ്ടാക്കുകയും അതിനുശേഷം 2024 നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് അവർ നടത്തി. എന്നിട്ട് ആദ്യത്തെ മുഖ്യമന്ത്രിയായത് ഒമർ അബ്ദുള്ളയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലേതുപോലെ വടക്ക് കിഴക്കൻ മേഖലകളിലും വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിരുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിലവിലുണ്ടായിരുന്ന വിഘടനവാദ പ്രസ്ഥാനങ്ങളാണ് ഇവിടെ പറയുന്നത്. മീസോ നാഷണൽ ഫ്രണ്ട് MNF, അതിൻ്റെ നേതാവായിരുന്നു ലാൽ ഡെങ്കെ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മീസോ നാഷണൽ ഫ്രണ്ട് നേതാവായിരുന്നു ലാൽ ഡെംഗെ. ആവശ്യം മീസോ ഗോത്രവർഗ്ഗക്കായി പ്രത്യേക രാജ്യം. 1986 സമാധാന കരാർ അനുസരിച്ച് മിസോറമിന് പ്രത്യേക അധികാരങ്ങളോടെ സമ്പൂർണ്ണ സംസ്ഥാന പദവി നൽകാൻ തീരുമാനിച്ചു. മീസോ നാഷണൽ ഫ്രണ്ടിൻ്റെ നേതാവ് ലാൽ ഡെങ്കെയാണ്. അതുപോലെ നാഗ നാഷണൽ കൗൺസിൽ അതിൻ്റെ നേതാവ് അംഗാമി സഫു ഫിസോ ആയിരുന്നു. നാഗ പ്രദേശങ്ങളിലെ ഏകീകരണം, സ്വയംഭരണം, ഗോത്ര സംസ്കാര സംരക്ഷണം ഇവയൊക്കെയായിരുന്നു ആവശ്യം. 2015 നാഗ സമാധാനക്കാർ ഒപ്പുവെച്ചു. ഈ പ്രസ്ഥാനവും അതിൻ്റെ നേതാക്കളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. PSC ചോദിക്കും. മീസോ നാഷണൽ ഫ്രണ്ടിൻ്റെ ലാൽ ഡെങ്കെയായിരുന്നു. അതുപോലെ നാഗ നാഷണൽ കൗൺസിലിൻ്റെ അംഗാമി സഫു ഫിസോ ആയിരുന്നു. അടുത്തത് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റ് ചില വെല്ലുവിളികളാണ്. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ അസ്ഥിരപ്പെടുത്തുന്ന പ്രധാന വെല്ലുവിളിയാണ് വർഗീയത, അതുപോലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ, അഴിമതി, രാഷ്ട്രീയത്തിലെ ക്രിമിനലിസം,
കൂറുമാറ്റം തുടങ്ങിയ പ്രവണതകൾ. ഇവ ജനങ്ങളുടെ സ്വൈര ജീവിതത്തെയും രാഷ്ട്ര പുരോഗതിയെയും സാമ്പത്തിക വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഈ പ്രവണതകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് വെല്ലുവിളികൾ ഉയർത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വർഗീയതയെക്കുറിച്ചാണ് പറയുന്നത്. മത അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് സാമൂഹിക സംഘർഷം സൃഷ്ടിക്കുന്ന ആശയമാണ് വർഗീയത. കൊളോണിയൽ ഭരണകാലത്ത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം മത അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുന്നതിനും വർഗീയത വളർത്തുന്നതിനും കാരണമായി. അതുപോലെ ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായ കലാപങ്ങളും ജനതയെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുകയും വർഗീയ ചിന്ത വളർത്തുന്നതിനും വഴിവെച്ചു. വർഗീയ ചേരിതിരിവ് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളായ മതേതരത്വം, സാമൂഹ്യനീതി എന്നിവയെ ദുർബലപ്പെടുത്തുകയും രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു. മതത്തിൻ്റെയും വർഗീയ ചിന്തയുടെയും അടിസ്ഥാനത്തിൽ ജനാഭിപ്രായം സ്വരൂപിക്കപ്പെടുന്നതും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി ഉപയോഗിക്കുന്നതിനും ജനാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ജനജാഗ്രത സൃഷ്ടിക്കുന്നതിലൂടെയും ബോധവൽക്കരിക്കപ്പെടുന്നതിലൂടെയും ശരിയായ ജനാധിപത്യ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വർഗീയതയെ ചെറുക്കാൻ കഴിയൂ. ഇവിടെ വർഗീയതയെക്കുറിച്ചാണ് പറയുന്നത്. അടുത്തത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളാണ്. വർഗീയത നമ്മൾ പറഞ്ഞു, ഇതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അടുത്തത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങളാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ്. ഭരണഘടന അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും കൂടുതൽ അധികാരം കേന്ദ്രത്തിലാണ്. ഇത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കും. അധികാരം കേന്ദ്ര സംസ്ഥാനങ്ങൾക്കായി വിഭജിച്ച് നൽകിയിട്ടുണ്ട്, എന്നാലും കൂടുതൽ അധികാരം കേന്ദ്ര സർക്കാരിലാണ്. ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ മേൽക്കോയ്മ അത് ഉറപ്പാക്കുകയും ചെയ്തിരിക്കുന്നു. മറുവശത്ത് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങൾ സ്വതന്ത്രമായി വിനിയോഗിക്കാനുള്ള അവകാശം അവയ്ക്ക് ഭരണഘടന നൽകുന്നുമുണ്ട്. എന്നാൽ പലപ്പോഴും മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകൾ നേരിട്ടും ഗവർണർമാർ മുഖേനയും സംസ്ഥാനങ്ങളുടെ ഈ അവകാശത്തിൽ ഇടപെടുന്നു. കേന്ദ്ര വിഷ്കൃത പദ്ധതികളിലും വിഭവങ്ങളുടെ വിതരണത്തിലും രാഷ്ട്രീയം കലരുന്നതും ഇന്ന് നമുക്ക് കാണാം. ഇത്തരം നീക്കങ്ങളാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പ്രധാനമായി കലുഷിതമാക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുണ്ടായ നിയമപരമായ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ ജുഡീഷ്യറിക്കാണ് അധികാരം. അടുത്തത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചാണ്. ഭരണഘടന വാസ്തവത്തിൽ ഒരു ചട്ടക്കൂട് അഥവാ അസ്ഥിപഞ്ജരം മാത്രമാണ്. ഭരണഘടന വാസ്തവത്തിൽ ഒരു ചട്ടക്കൂട് അഥവാ അസ്ഥിപഞ്ജരം മാത്രമാണ്. അതിന് മാംസവും രക്തവും പ്രദാനം ചെയ്യുന്നത് യഥാർത്ഥ രാഷ്ട്രീയ പ്രക്രിയകളാണ്. അതിനാൽ ഇന്ത്യൻ ഫെഡറലിസത്തെ ഒരു വലിയ പരിധിവരെ സ്വാധീനിച്ചിട്ടുള്ളത് മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രക്രിയകളാണ്. ഭരണഘടന നിലവിൽ വന്ന നാൾ മുതൽ തന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ ഗവർണർമാരുടെ പങ്ക് വളരെ നിർണായകമാണ്. ഇവിടെ സർക്കാരിയ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. 1983 സർക്കാരിയ കമ്മീഷൻ നിയമിക്കപ്പെട്ടത്. കമ്മീഷൻ്റെ ചെയർമാൻ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് RS സർക്കാരിയായിരുന്നു. 1988 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. കേന്ദ്രത്തിൻ്റെ അധികാരങ്ങൾ കാലം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്നതായി കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ഉരസലുകളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ ഭരണഘടനാപരവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾ ആവശ്യമാണെന്ന് കമ്മീഷൻ കണ്ടെത്തി. സർക്കാരിയ കമ്മീഷൻ്റെ റിപ്പോർട്ട് പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടുവെങ്കിലും അവ പൂർണ്ണമായും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ സർക്കാരിയ കമ്മീഷൻ എന്തിനായിരുന്നു? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചുള്ള കമ്മീഷൻ. ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. PYQ ആണ്, പഠിക്കണം. അടുത്തത് ഇവിടെ ഗവർണറുടെ പങ്കിനെക്കുറിച്ച് നോക്കാം. ഗവർണർമാരുടെ പങ്ക് എക്കാലത്തും സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു വിവാദ വിഷയമാണ്. ഗവർണർ എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥാനമല്ല. വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയക്കാർ എന്നിവരാണ് ഗവർണറായി പൊതുവെ നിയമിക്കപ്പെടാറുള്ളത്. ഗവർണറായി നിയമിക്കപ്പെടുന്ന ആരൊക്കെയാണ്? വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ, അതുപോലെ ഗവൺമെൻറ് ഓഫീസർ, അതുപോലെ രാഷ്ട്രീയക്കാർ എന്നിവരാണ് ഗവർണറായിട്ട് നിയമിക്കപ്പെടുന്നത്. ഗവർണർമാരെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശുപാർശ പ്രകാരമാണ്. ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഗവർണർ നിയമനത്തിലുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 35 വയസ്സ്. ഇതെല്ലാം PYQ ആണ്, പഠിക്കണേ. ഗവർണറെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ്. അതുപോലെ കുറഞ്ഞ പ്രായം ഗവർണറാകാനുള്ള കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സാഹചര്യങ്ങളിൽ
ഗവർണർമാരുടെ പങ്ക് കൂടുതൽ വിവാദങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇക്കാരണത്താൽ ഗവർണർമാരുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടലായി പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1983 സർക്കാരിയ കമ്മീഷൻ, നമ്മളത് പറഞ്ഞു. സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാനാണ്. വർഷം 1983. സർക്കാരിയ കമ്മീഷൻ സജീവ രാഷ്ട്രീയക്കാരെ ഗവർണറായി നിയമിക്കരുതെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്താണ്? സർക്കാരിയ കമ്മീഷൻ സജീവ രാഷ്ട്രീയക്കാരെ ഗവർണർമാരായി നിയമിക്കരുതെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതും നോട്ട് ചെയ്ത് വെക്കുക. ഗവർണർമാരുടെ പങ്കും അധികാരങ്ങളും വിവാദമാക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. 1900 ഭരണഘടനയിലെ 356 വകുപ്പാണ് ഭരണഘടനയിലെ 356 വകുപ്പാണ് ഈ വിവാദത്തിന് അടിസ്ഥാനം. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിലും രാഷ്ട്രപതി ഭരണം സംസ്ഥാനത്തിൽ രാഷ്ട്രപതി, അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ആർട്ടിക്കിളാണ് 356. ഗവർണർമാരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് ആ സ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കഴിയും. എന്നാൽ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി ഭരണം നടത്തിക്കൊണ്ടു പോകുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ് പരാജയപ്പെടുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ ഈ വകുപ്പ് ഉപയോഗിക്കാൻ പാടുള്ളെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നുണ്ട്. ഗവർണർമാരുടെ ഈ അധികാരം അനേകം സംഘർഷങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകളെ പോലും രാഷ്ട്രപതി പിരിച്ചുവിട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് 1959 കേരള ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടതിനൊരു ഉദാഹരണമാണ്. ഇവിടെ 356 വകുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. സംസ്ഥാനങ്ങളിലെ ജനാധിപത്യപരമായ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പിരിച്ചുവിടുവാനോ സംസ്ഥാന ഭരണം ഏർപ്പെടുത്തുവാനോ അനുച്ഛേദം 356 രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നു. ഗവർണർ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഉപയോഗിച്ചത് 1959 പഞ്ചാബ് സർക്കാരിനെ പിരിച്ചുവിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ചത് 1951 പഞ്ചാബ് സർക്കാരിനെയാണ് പിരിച്ചുവിട്ടത്. 1967 പൊതു തിരഞ്ഞെടുപ്പിന് മുമ്പ് വരെ 356 വകുപ്പ് അപൂർവമായി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ 67 ശേഷം വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. അതും ജസ്റ്റ് നോട്ട് ചെയ്തേക്കണം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളുമാണ്. കേന്ദ്രത്തിലേതുപോലെ സംസ്ഥാനങ്ങളിലും പാർലമെൻ്ററി വ്യവസ്ഥയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ നാമമാത്ര തലവനാണ് ഗവർണർ. യഥാർത്ഥ കാര്യനിർവഹണ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് മുഖ്യമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയ്ക്കാണ്. ആയതിനാൽ ഗവർണർ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം ആയിരിക്കും. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഗവർണറുടെ പ്രധാന അധികാരങ്ങളും ചുമതലകളും ചുവടെ കൊടുക്കുന്നു. ഇവിടെ പറയുന്നത് കേന്ദ്രത്തിലെ പോലെ തന്നെ സംസ്ഥാനങ്ങളിലും പാർലമെൻ്ററി വ്യവസ്ഥയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ നാമമാത്ര തലവനാണ് ഗവർണർ. യഥാർത്ഥ കാര്യനിർവഹണ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് മുഖ്യമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയ്ക്കാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം. യഥാർത്ഥ കാര്യനിർവഹണ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് മുഖ്യമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയ്ക്കാണ്. ആയതിനാൽ ഗവർണർ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശം വഴിയാണ്. ഇനി ഗവർണറുടെ പ്രധാന അധികാരങ്ങളും ചുമതലയെക്കുറിച്ചാണ് പറയുന്നത്. ഗവർണറുടെ നിയമനിർമ്മാണ അധികാരങ്ങൾ നിയമസഭ വിളിച്ചു ചേർക്കുക, സഭാ സമ്മേളനങ്ങൾ അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കുക, അതുപോലെ സഭ പിരിച്ചുവിടുക, ഇതൊക്കെ ഗവർണറുടെ അധികാരങ്ങളും ചുമതലയുമാണ്. സഭയെ അഭിസംബോധന ചെയ്യുക, അതുപോലെ സഭ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, ഓർഡിനൻസ് പുറപ്പെടുവിക്കുക, ബജറ്റും ധനബില്ലും സഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ട മുൻകൂർ അനുമതി നൽകുക. ഇതാണ് നിയമനിർമ്മാണ അധികാരങ്ങൾ. അടുത്തത് കാര്യനിർവഹണ അധികാരങ്ങളാണ്. സംസ്ഥാനത്തെ എല്ലാ കാര്യനിർവഹണ അധികാരവും നിർവഹിക്കുന്നത് ഗവർണറുടെ പേരിലാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച രാഷ്ട്രീയ കക്ഷിയുടെയോ സഖ്യത്തിൻ്റെയോ നേതാവിനെ സർക്കാർ രൂപീകരണത്തിനായി ക്ഷണിക്കുക. അതുപോലെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നത് ഗവർണറാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേബിള്, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ, സംസ്ഥാന PSC ചെയർമാൻ, PSC അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നത് ഗവർണറാണ്. അടുത്തത് നീതിന്യായ അധികാരങ്ങളാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കാര്യനിർവഹണ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് മാപ്പ് നൽകുന്നതിനും ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനും അതുപോലെ ഇളവ് നൽകുന്നതും ലഘൂകരിക്കുന്നതിനുമുള്ള അധികാരം ഗവർണർക്കുണ്ട്. അതുപോലെ ഗവർണറുടെ വിവേചന അധികാരങ്ങൾ PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ചോദിച്ചിട്ടുമുണ്ട്. നിയമസഭയിലേക്ക് ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ മന്ത്രിസഭ രൂപീകരണ വിഷയത്തിൽ ഗവർണർക്ക് വിവേചന അധികാരം ഉപയോഗിക്കുന്നതാണ്.
സംസ്ഥാന ഭരണകാര്യങ്ങളെക്കുറിച്ച് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണറുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുമ്പോൾ ഗവർണർക്ക് താഴെ പറയുന്ന നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ആദ്യത്തേത്, ബില്ലിന് അംഗീകാരം നൽകുന്നുവെന്നോ നൽകുന്നില്ലെന്നോ പ്രഖ്യാപിക്കുക. അതുപോലെ ഭേദഗതിയോടെ നിയമസഭയിലേക്ക് തിരിച്ചയക്കാൻ പറ്റും. അങ്ങനെ തിരിച്ചയക്കപ്പെടുന്ന ബിൽ സഭ വീണ്ടും പരിഗണിച്ച് ഭേദഗതിയോടെയോ അല്ലാതെയോ പാസാക്കി ഗവർണർക്ക് സമർപ്പിക്കുന്ന പക്ഷം ഗവർണർ അതിന് അനുമതി നൽകാൻ ബാധ്യസ്ഥനാണ്. അതുപോലെ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കുക. ഈ വിവേചന അധികാരം ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വിവേചന അധികാരമാണ്. മറ്റേത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഇതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആകെ വോട്ടിൻ്റെ 1% കുറയാതെ വോട്ട് നേടുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടിക്കും ഈ ബോണ്ടിലൂടെ പണം സ്വരൂപിക്കാം. 1000 മുതൽ 1 കോടി രൂപ വരെയാണ് സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ അവർക്ക് ഇഷ്ടമുള്ള തുകയ്ക്ക് SBI വഴി, ബാങ്ക് SBI ആണ്, നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ 15 ദിവസത്തിനകം ഇത് പണമാക്കി മാറ്റണം. ബോണ്ടുകളിലെ സുതാര്യതയും നിയമസാധുതയും പരിശോധിച്ച് 2024 ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയത് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കി, വെരി ഇമ്പോർട്ടൻ്റ്. 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കി ചോദിക്കും. PSC ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കി എന്നാണ് ചോദിക്കും. 2024 ഫെബ്രുവരി 15 മൗലിക അവകാശത്തിന് വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. അടുത്ത്, രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽ വൽക്കരണം. ജനാധിപത്യം നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽ വൽക്കരണം. രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളോ പ്രവർത്തകരോ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതോ ക്രിമിനൽ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആയ പ്രവണതയാണ് രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽ വൽക്കരണം. കൂടാതെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽ വൽക്കരണമാണ്. ജനങ്ങളെ ഭയപ്പെടുത്തി ഏതെങ്കിലും പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ അതിനുള്ള സാഹചര്യമൊരുക്കുകയോ ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ മൂല്യച്യുതിക്ക് കാരണമാകുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലെത്തുന്നതും ഭരണാധികാരികളാകുന്നതും പൗരന്മാർക്ക് ജനാധിപത്യ സംവിധാനത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു. ക്രിമിനൽ കുറ്റങ്ങളിൽ വിചാരണ നേടുന്നവരെയും ശിക്ഷിക്കപ്പെടുന്നവരെയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ, ശക്തമായ നിയമ സംവിധാനങ്ങൾ, രാഷ്ട്രീയ രംഗത്തെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെയുള്ള ബോധവൽക്കരണം തുടങ്ങിയവ രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽ വൽക്കരണം ഇല്ലായ്മ ചെയ്യുന്ന മാർഗങ്ങളാണ്. അടുത്തത് കൂറുമാറ്റമാണ്. 1967 തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ട മറ്റൊരു പ്രവണതയാണ് കൂറുമാറ്റം. ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇലക്ഷനിൽ മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സ്വന്തം പാർട്ടിയെ ഉപേക്ഷിക്കുകയോ മറ്റൊരു പാർട്ടിയിൽ ചേരുകയോ ചെയ്യുന്നതിനെയാണ് കൂറുമാറ്റം എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർ ജനപ്രതിനിധികളിൽ അർപ്പിച്ച വിശ്വാസത്തെ വഞ്ചിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുകയും ജനാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നു. പിന്നീട് കൂറുമാറ്റം തടയുന്നതിനായി 1985 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂറുമാറ്റ നിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കി. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. കൂറുമാറ്റ നിരോധന നിയമം എന്നായിരുന്നു 1985 52ാം ഭേദഗതി വഴിയാണ്. 1985 52ാം ഭേദഗതി വഴിയാണ് കൂറുമാറ്റ നിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയത്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അംഗങ്ങളുടെ കൂറുമാറ്റം തടയാൻ വ്യത്യസ്ത തന്ത്രങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഒരു പാർട്ടിയുടെ വിശ്വസ്ത അംഗത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക വേദിയിൽ അംഗങ്ങൾ ഒത്തുകൂടി മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം തടയുവാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. ഈ പ്രക്രിയയെ റിസോർട്ട് രാഷ്ട്രീയമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇതിനെയാണ് റിസോർട്ട് രാഷ്ട്രീയമെന്ന് വിശേഷിപ്പിക്കുന്നത്. 1982 ഹരിയാനയിലാണ് ഇതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. എവിടെയാണ്? 1982 ഹരിയാനയിലാണ്. തുടർന്ന് കർണാടകം, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഈ പ്രവണത ഉണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യം രാജ്യം നേരിട്ട നിരവധി പ്രതിസന്ധികളെ ജനാധിപത്യ മാർഗത്തിലൂടെ അതിജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അതിജീവന ശേഷിയെ പ്രകടമാക്കുന്നു. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സജീവ ഭരണഘടനയാണ് നമുക്കുള്ളത്. ഭരണഘടനാ മൂല്യങ്ങളോടുള്ള ആദരവും വിധേയത്വമാണ് നമ്മുടെ ജനാധിപത്യത്തെ അർദ്ധസമ്പുഷ്ടമാക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ടോപ്പിക്കിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സ് അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.